ദൈവനാമത്തിന് മഹത്വം. നാഷണൽ അപ്പോസ്തോലിക് മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് നാം നിത്യജീവൻ എങ്ങനെ ലഭിക്കും എന്നുള്ള കാര്യമാണ് ചിന്തിക്കുന്നത്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിലും 18-ാം അധ്യായത്തിലുമൊക്കെ നിത്യജീവൻ എങ്ങനെ ലഭിക്കും എന്നുള്ള ചോദ്യം കർത്താവിനോട് ചോദിക്കുന്നതായിട്ട് പറയുന്നു. അപ്പോൾ ഇവിടെ 18-ാം അധ്യായത്തിൽ ഈ വന്ന് ചോദിക്കുന്ന പ്രമാണി പറയുകയാണ്, ഞാൻ ന്യായപ്രമാണം മുഴുവനും അനുസരിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് പറയുന്നു, ഒരു കുറവ് നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ ആ വ്യക്തി വലിയ ധനവാനായിരുന്നത് കൊണ്ട് ആ ധനം വിട്ടു പിരിയാൻ മനസ്സില്ലാതിരുന്നത് കൊണ്ടും കർത്താവിനെ വിട്ട് പോവുകയാണ്. ഇത് ന്യായപ്രമാണം അനുസരിച്ചുള്ള നിത്യജീവനെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ഇന്ന് നാം കൃപയുടെ സുവിശേഷത്തിലെ ഈ ന്യായപ്രമാണത്തിലല്ല വിശ്വസിക്കുന്നത്. ന്യായപ്രമാണം എന്തിനാണ്? നമുക്ക് പാപത്തെക്കുറിച്ചുള്ള ബോധം വരുവാനായിട്ട് അത് നല്ലതാണ്. എന്നാൽ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ള ആ ഒരു കാര്യത്തെ അടിസ്ഥാനമാക്കി ആണ് ഇന്ന് നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നത്. അപ്പോൾ എന്തിലുള്ള വിശ്വാസം? ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ. കാരണം ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവനും ശാപത്തിന് കീഴാകുന്നു എന്ന് പറയുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ന്യായപ്രമാണം മുഴുവൻ പാലിക്കാൻ നമുക്ക് സാധ്യമല്ല. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് തന്നെയുമല്ല, ഏതെങ്കിലും ഒന്ന് പ്രമാണിക്കുന്നതിൽ നാം പിന്മാറ്റക്കാരായാൽ അല്ലെങ്കിൽ അനുസരണക്കേട് വന്നാൽ അത് മുഴുവനും അനുസരിക്കാത്തതുപോലെ തന്നെയാണ് അതിൻ്റെ ഫലമുണ്ടാകുന്നത്. അപ്പോൾ നമ്മെ കൊണ്ട് സാധ്യമാകാത്ത ഒരു കാര്യം സാധിപ്പിക്കാനായിട്ട്, അതായത് കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീരാനായിട്ട് കർത്താവ് മനുഷ്യവേഷമെടുത്ത് ഭൂമിയിൽ വന്നു, കാൽവറിയിൽ യാഗമായിട്ട് തീർന്നു. ഈ കാൽവറി യാഗത്തിൽ വിശ്വസിച്ച് അവൻ്റെ മരണ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നവരാണ് നിത്യജീവൻ പ്രാപിക്കുന്നത്. അതാണ് വിശ്വാസത്താലുള്ള നീതി എന്ന് പറയുന്നത്. കാരണം ന്യായപ്രമാണത്തെ നിവർത്തിക്കാനാണ് കർത്താവ് വന്നത്. ന്യായപ്രമാണം ഉണ്ടാക്കിയപ്പോൾ അതിനേത് പ്രകാരം നിത്യജീവൻ ലഭിക്കുമോ ആ നിത്യജീവൻ നമുക്ക് വേണ്ടി കർത്താവ് യാഗമായി തീർന്ന് മരണത്തെ നീക്കിക്കളഞ്ഞുവെന്ന് നാം മനസ്സിലാക്കുന്നു. അപ്പോൾ നമ്മെ ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്നും വിലയ്ക്ക് വാങ്ങി അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാനാണ് അവൻ വന്നതെന്ന് ഗലാത്യ ലേഖനം 3-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം പറയുന്നു. അപ്പോൾ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താലാണ് നാം നിത്യജീവൻ പ്രാപിക്കുന്നത്. റോമാലേഖനം 6:23 ഇങ്ങനെയാണ് പറയുന്നത്, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. അതായത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ 16-ാമത്തെ വാക്യം എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം, പിതാവ് പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ആ പുത്രനിലുള്ള വിശ്വാസത്താലാണ് നാം നിത്യജീവൻ പ്രാപിക്കുന്നത്. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വലിയ ഒരു ഭാഗ്യാവസ്ഥ. അതായത് ന്യായപ്രമാണത്തിൻ്റെ അനുസരണത്തിലല്ല നമുക്ക് നിത്യരക്ഷ ലഭിക്കുന്നത്, ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് നമുക്ക് നിത്യരക്ഷ, അതായത് മരണത്തിൽ നിന്നും വിടുതൽ നാം പ്രാപിക്കുന്നത്.
ദൈവപുത്രനിൽ വിശ്വസിക്കുക. ദൈവപുത്രൻ എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന് നമ്മുടെ ശിക്ഷയും മരണവും ഏറ്റെടുത്ത കർത്താവിലുള്ള വിശ്വാസത്താലാണ് നാം നിത്യജീവൻ പ്രാപിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 17:3 പറയുന്നു, ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. പിതാവ് പുത്രനെ അയച്ചു. പുത്രനിൽ വിശ്വസിക്കുന്നവൻ പിതാവിലും വിശ്വസിക്കുന്നു. പുത്രനിൽ വിശ്വസിക്കുന്നവനോടുകൂടെ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തമുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെയുണ്ട്. നമ്മെ നിത്യജീവനിലേക്ക് നടത്തുന്നിടം വരെയും, നമ്മുടെ വീണ്ടെടുപ്പ് വരെയും പരിശുദ്ധാത്മാവ് നമ്മെ ഈ ലോകത്തിൽ ദൈനംദിനം വഴി നടത്തുന്നു. വീണ്ടെടുപ്പ് നാളിനായി നമ്മെ മുദ്രയിട്ടിരിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ. അങ്ങനെയാണ് നാം നിത്യജീവൻ പ്രാപിക്കുന്നത്. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നാം നിത്യജീവൻ പ്രാപിക്കുന്നു. പണ്ടത്തെ പോലെ അല്ലെങ്കിൽ പഴയ നിയമത്തിൽ പോലെ പ്രയാസമേറിയ ന്യായപ്രമാണങ്ങൾ, നിയമങ്ങൾ പാലിക്കുക എന്നതിൽ കൂടെ അല്ല നാം രക്ഷപ്പെടുന്നത്. ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് നാം രക്ഷിക്കപ്പെടുന്നത്. അത് നമുക്കേവർക്കും ആ വിശ്വാസത്തിൽ നാം ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ആലോചനകളെ വ്യർത്ഥമാക്കാതെ പരിശുദ്ധാത്മാവിനോടൊപ്പം ഒരു നിത്യജീവൻ പ്രാപിക്കുന്നിടം വരെയും നാം ആത്മാവിനെ അനുസരിച്ച് നടക്കുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. ആമേൻ. പ്രൈസ് ദി ലോർഡ്.